ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിൻ്റെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് സഭയായി പ്രവേശിച്ചിരിക്കുകയാണ്. പുനലൂർ വെസ്റ്റ് സെൻറ്റർ മാർത്തോമ യുവജന സഖ്യത്തിലെ നോമ്പിൻ്റെ സുഗന്ധം എന്ന പ്രതിദിന ധ്യാന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ ഈ നിമിഷത്തിൽ അറിയിക്കുന്നു. കാനായിലെ കല്യാണത്തിൽ നിന്ന് തുടങ്ങി കാൽവറിയോളമുള്ള ഒരു പ്രയാണമാണ് നമ്മുടെ നോമ്പ് കാലം. ആ നോമ്പ് കാലഘട്ടത്തിലെ 3-ാം ദിവസത്തെ ധ്യാന വിഷയമെന്നത് എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട വേദഭാഗം അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിലെ 17-ാമത്തെ വാക്യമാണ്. ഏവർക്കും സുപരിചിതമായ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. ദൈവം ഭൂമിയെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് കുരിശും അവൻ്റെ ശരീരത്തുണ്ടായിരുന്ന മുറിപ്പാടുകളും. ഈ സ്നേഹത്തെ തിരിച്ചറിയുന്ന കാലഘട്ടമാണ് 50 ദിവസത്തെ വ്രതശുദ്ധിയുടെ കാലഘട്ടം. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം എന്നത് ഒരു ജീവിത ശൈലിയിലേക്കുള്ള, ജീവിതത്തിൻ്റെ ഭാഗമാകാനുള്ള ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. ഈ ജീവിതശൈലിക്കായുള്ള പരിശീലന കാലഘട്ടമാണ് നോമ്പ്. ആ നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നോമ്പ് തീരുന്ന ഒരു സമയത്ത് നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകണം. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അത് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 1, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നതോടുകൂടി നമ്മിലുള്ള പാപങ്ങളെല്ലാം അവൻ ക്ഷമിക്കുന്നു, പാപമോചനം സാധ്യമാകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കും. നമ്മുടെ ദൈവം കഴിഞ്ഞകാല പാപങ്ങളെ അപ്പോൾ നമ്മളോട് കണക്കിടില്ല. കൂടാതെ നമ്മുടെ ജനനവേളയിൽ നമ്മിലുണ്ടായിരുന്ന ആത്മാവിൻ്റെ ഫലങ്ങളുടെ എല്ലാം വികാസത്തിനും പുതിയ സൃഷ്ടിയിൽ കാരണമായി തീരും. നിക്കോദിമോസിനോട് യേശു പറയുന്നുണ്ട് വീണ്ടും ജനിക്കുക എന്നത്. വീണ്ടും ജനിക്കുന്നത് ക്രിസ്തുവിലൂടെയാകണമെന്ന് അവനോട് പറഞ്ഞെത്തുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിലൂടെ നാം ആകുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. 2, നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നത് മൂലം ക്രിസ്തുവിനെ നമ്മിലൂടെ അനേകായിരങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. അതായത് അവൻ്റെ നല്ല പ്രവർത്തനങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ, അവയെല്ലാം ആയിരങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകാൻ നാം ഓരോരുത്തരും ഒരുക്കമുള്ളതാകണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ശിമിയോനെ പോലെ കാത്തിരിക്കുവാൻ, ഹന്നായെ പോലെ ഉപവസിക്കുവാൻ, ഹാഗാറിനെ പോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാൽ ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു, വരുവിൻ, നമുക്ക് പുതിയ ഒരു സൃഷ്ടിയാകാം. നമ്മുടെ ദർശനങ്ങളെ നമുക്ക് പൗത്രീകരിക്കാം, നമ്മുടെ കരങ്ങൾ കറയില്ലാതാക്കാം, നമ്മുടെ ഹൃദയങ്ങൾ പാവനമാക്കാം. അങ്ങനെ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം കഴുകിയെടുക്കാം. പ്രിയപ്പെട്ടവരെ, അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയുടെയും നാളുകൾ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിക്കരയേണ്ടുന്ന നാളുകൾ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കേണ്ട കാലം, ഉറവയുടെ ഉറവ് തേടുന്നവർക്ക് വറ്റാത്തൊരു ഉറവങ്കയിലേക്ക് കൈകൾ നീട്ടാനുള്ള കാലഘട്ടം. നമ്മുടെ നോമ്പും നമ്മുടെ അനുതാപവും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം സഫലമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.